ഹലോ ബേബി. അല്ല, ഞാൻ ആ ഒരു ഫ്ലോയ്ക്ക് ഒയ്യാന്ന് പറഞ്ഞതാ. ആണോ ബേബി? എന്ത് ചെയ്യാ? ഞാൻ എന്ത് വേണേ ചേട്ടാ, നിന്റെ അച്ഛനിപ്പോ എന്തോ ചെയ്യുന്നു? ഓ, അച്ഛൻ വാശിപ്പുറത്താ. ഇറങ്ങി താഴെ ഇരിക്കാൻ പറ. മേശപ്പുറത്തിരിക്കുന്നല്ലേ പറഞ്ഞേ? മേശപ്പുറത്തല്ല, വാശിപ്പുറത്താന്ന്. നിന്റെ അച്ഛന് വാശി ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ വരും, നിന്റെ അച്ഛനോട് സംസാരിക്കാം, നിന്നെ ഞാൻ കല്യാണം കഴിച്ചോണ്ട് പോവുകയും ചെയ്യും. അയ്യോ വേണ്ട, ഇങ്ങോട്ട് വരണ്ട. അയ്യോ, അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല. ഈ വേലിക്കൽ വരെ വന്നിട്ട് ഞാൻ വീട്ടിലോട്ട് കയറാതെ പോകുന്നത് ശരിയല്ലല്ലോ. വേലിക്ക് വന്നെന്നാ? അല്ല, അത് പിന്നെ കട്ട് ചെയ്താ. അയ്യോ, ഇന്നെല്ലാം കൂടാവും. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഇപ്പഴോ? ഓ, എന്റെ ബേബി. അതാണ്. നിനക്ക് ഇങ്ങനെ നിൽക്കുമ്പോ എന്നെ മനസ്സിലാകുന്നില്ലല്ലോ. ഇല്ല. അപ്പോൾ നിന്റെ അച്ഛൻ ഇതുവരെ എന്നെ കണ്ടിട്ടില്ലാത്തത് കൊണ്ടും ഇങ്ങനെ വന്നാലും എന്നെ പിടിക്കത്തില്ല. അല്ല, നീ വിചാരിക്കുന്ന കണക്കല്ല അച്ഛൻ. എന്ത്? ഈ വീട്ടിൽ ഒരു ഈച്ച കയറിയാൽ അച്ഛൻ അറിയും. അതിനാ നിന്റെ അച്ഛൻ ചക്കപ്പഴം വന്നു. അതാണോ ഞാൻ പറഞ്ഞേ? എന്നെ ഒരു ഡിറ്റക്റ്റീവിനെ കൊണ്ടേ കെട്ടിക്കോളുന്ന വാശിയില്ല അച്ഛൻ. അപ്പൊ ഒരു വീട്ടിൽ 2 കൊമേഡിയന്മാര് ചിരിച്ചുള്ള ഉപ്പാട് വരും. കൊമേഡിയനാ? ലെഫ്റ്റ് ഓൺ ലെഫ്റ്റ്, ലെഫ്റ്റ് ഓൺ ലെഫ്റ്റ്, ലെഫ്റ്റ് ഓൺ ലെഫ്റ്റ്, ലെഫ്റ്റ് ഓൺ ലെഫ്റ്റ്, ലെഫ്റ്റ്. അച്ഛാ, എന്താടി അച്ഛൻ എന്തിനാ ഇങ്ങനെ ലെഫ്റ്റ് അടിച്ച് നടക്കുന്നേ? എടി, എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എനിക്കൊരു മെസ്സേജ് വന്നു. എന്തോന്ന്? ഞാൻ ലെഫ്റ്റ് അടിച്ച് പോണോന്ന്. ഇങ്ങനെ ലെഫ്റ്റ് അടിച്ച് തേരാ പാരാ നടക്കണോന്നല്ല, പിന്നെ ലെഫ്റ്റ് അടിച്ച് ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി പോവാനാ. ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി പോനോ? അഡ്മിനായ ഞാനോ? അതാരാ പറഞ്ഞതൊന്നും അറിയണമല്ല. ഓ, കണ്ടുപിടിക്കുന്നില്ലേ? ഇങ്ങോട്ട് എടുത്തേ, എനിക്കിത് കാണാലോ. ഇതാ സുധാകര മാമനല്ലേ? അവരെ കണ്ടെടുത്ത എനിക്ക് കണ്ടുകൂടാ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞ കണ്ടുപിടിക്കുന്നില്ല. അതെ, ഈ സുധാകരൻ മാമനായിട്ട് എന്തുവാണ് പ്രശ്നം? എന്റെ പൊന്നളിയ, പ്രശ്നം പറയാനാണെങ്കിൽ ഒരുപാട് പ്രശ്നമുണ്ട്. അനിയനാ? ഒന്നും മിണ്ടണ്ട, കൂടെ സിറ്റി. അളിയൻ പറയണേ. എന്റെ പൊന്നളിയ, അളിയൻ കേൾക്കണം, പറയണേ. ഇവൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചു. എന്ത്? ആ ഗ്രൂപ്പിന്റെ നാടി ഞരമ്പ് അവനാണെന്ന് പോലും. അപ്പൊ തന്നെ ഞാൻ റിപ്ലൈ അയച്ചു, നീ നാടി ഞരമ്പല്ല, നീയാണ് ഇതിന്റെ മെയിൻ ഞരമ്പെന്ന്. എന്നിട്ട് വിഷയമായി, ആടിയായി, ബഹളമായി. പിന്നെന്തോ ഇങ്ങനെ തീയിട്ടിട്ട് ഇറങ്ങുമായിരുന്നു ഞാൻ. എന്തിന്? ഫോണിലാ? അല്ല, മറ്റേ തീയുടെ എംബ്ലമില്ലേ, എന്തിനാണ് അളിയ ഒരു നിസ്സാര കാര്യത്തിന് ഇങ്ങനെ വിഷയം ഉണ്ടാക്കുന്നത്? മോക്ക് പറഞ്ഞ് മനസ്സിലാക്കൂടെ? ഞാൻ പറഞ്ഞു കൊടുത്തോളാം. നീ ഏതാടാ? വഴിപോക്കൻ. വഴിപോക്കൻ എന്തോടെ എന്റെ മിറ്റത്ത് കാര്യം? അത് തന്നെ, ഞാൻ അതിലിങ്ങനെ വഴിയെ പോയപ്പോ ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്നതായിട്ട് തോന്നി. അപ്പൊ ഞാൻ വെറുതെ വന്ന് നിങ്ങളെ സഹായിക്കാന്ന് വിചാരിച്ചാണ്. ഒരു മനുഷ്യന് ഇന്ന് സഹായിക്കാൻ പറ്റത്തില്ല, അതൊരു കഷ്ടോടെ. ഒരു മനുഷ്യനെ സഹായിക്കുന്നതിന് ഇത്ര പ്രശ്നം. സഹായി, നീ വന്നേ. എടാ, ഞാൻ ആരോ നിനക്കറിയാവോ? ഇല്ല. ആയ കാലത്ത് എന്താ ചെയ്തെന്നറിയാവോ? ആയ കാലത്ത് എഴുന്നേറ്റ് ഉപ്പുമാവ് ഉണ്ടാക്കും. അംഗനവാടിയിൽ ആയ ഉണ്ടാക്കുന്ന കാര്യമല്ല. ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ? എടാ, ശത്രുക്കളെ വല വീശി കെണിയിലാക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പൊ 8 കാലി, ബാക്കി കാലം. നീ ആരാടാ? എന്തുവാടാ നിന്റെ പേര്? പറ. പശുപാൽ. അങ്ങനാണെങ്കിൽ 2 കവർ ഡെയിലി കൊടുക്കാം. അല്ല, പശുവിന്റെ പാലും കൊണ്ട് വന്നല്ലേ? പശുവിന്റെ പാലും കൊണ്ട് വന്നല്ല പറഞ്ഞേ, എന്റെ പേരാണ് പറഞ്ഞത്, പശുപാൽ. ഓഹോ, പശുപാൽ ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇവിടെ അടുത്ത് വന്നതാ. ഇവിടെ അടുത്താ? ഇവിടെ അടുത്തങ്ങാണ്ട് വന്നപ്പോ പറഞ്ഞത്. അങ്ങനല്ലേ ഞാൻ പറഞ്ഞു. പിന്നെ ഞാനൊരു കല്യാണത്തിന്റെ കാര്യം സംസാരിക്കാൻ വന്ന. ആരുടെ കല്യാണത്തിന്റെ കാര്യം? ഈ മോടെ കല്യാണത്തിന്റെ കാര്യം. ഈ മോടെ കല്യാണത്തിന്റെ കാര്യം പറയടി. ആരാടി ഇത്? അച്ഛാ, ഈ മോളെ പോലൊരു മോള് ആ ചേട്ടനുണ്ട്. ആ മോളുടെ കല്യാണം പറയാനാ വന്നതെന്നാ എന്നോട് പറഞ്ഞത്. അല്ലേ മോളുടെ അച്ഛാ? അതല്ല. എന്താണ്? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താണ് നീ ഉദ്ദേശിച്ചത്? അങ്കിൾ ഉണ്ടല്ലോ, അങ്കിള് വേണം മുന്നിൽ നിന്ന് ഈ കല്യാണം നടത്തി തരാൻ. ഞാൻ മുന്നിൽ നിൽക്കുമ്പോ പുറകെ നിൽക്കുന്നവർക്ക് കല്യാണം കാണാൻ പറ്റും. മോടെ കൈ പിടിച്ച് തരേണ്ടത് അങ്കിളാണ്. അങ്ങനെ മോടെ കൈ പിടിച്ച് ഞാൻ കൊടുക്കാന്ന് പറയുമ്പോൾ എന്റെ മോടെ കല്യാണമല്ലേ? നിന്റെ കല്യാണം വന്നോടി, നിന്റെ കല്യാണമല്ലേ? സത്യം പറഞ്ഞോണം, ഇല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് ബുദ്ധി വെച്ച് ഞാനിത് കണ്ടുപിടിക്കും. കണ്ടുപിടിക്കത്തുമില്ല. എന്തേലും പറഞ്ഞായിരുന്നു? എന്നാലും എനിക്കൊരു കഥ പറയാനുണ്ട്. നീ വന്നേ. കഥ പറഞ്ഞതിന് ശേഷം ഞാനൊരു കവിത പാടിയാല? അച്ഛൻ എന്തിനാ വല്ലവരും കഥ കേൾക്കുന്നേ? പറഞ്ഞു വിടച്ചാ. അവന്റെ കഥ നമ്മൾ കേൾക്കുന്നില്ലേ? പക്ഷെ അച്ഛന്റെ കവിത അവൻ കേൾക്കാന്ന് പറഞ്ഞില്ലല്ലോ. കേട്ടില്ലെങ്കിൽ ഞാൻ പാടി കേൾപ്പിച്ചോളാം. നീ പറ. കഥ പറ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം. ഈ നിൽക്കുന്ന മോളുണ്ടല്ലോ, ഈ നിൽക്കുന്ന മോളാ, ഇതുപോലൊരു മോൾ, എന്നെ പോലൊരു പയ്യൻ, ഞങ്ങൾ തമ്മിൽ അഗാധമായ പ്രണയത്തിലാണ്. മനസ്സിലായി. ഇതുപോലൊരു മോളാണെങ്കിൽ ആ മോളുടെ അച്ഛൻ ഇതേപോലെ ഒരാളല്ലേ?
അവിടെയാണ് പ്രശ്നം. എന്താണ് പ്രശ്നം? ഇവളും ഞാനും പ്രേമിക്കുന്നത് ഈ തന്തയുണ്ടല്ലോ, ഈ തന്തപ്പടിക്ക് തീരെ ഇഷ്ടമല്ല. അങ്കിളിന്റെ അഭിപ്രായം എന്താ ഈ കഥയെ പറ്റി? എന്റെ അഭിപ്രായത്തിൽ ആ തന്തപ്പടിയെ ഒറ്റ കൊല്ലും. പിന്നെ കണ്ടോ, സപ്പോർട്ടാണ്. നീ നോക്കിയോ, നിന്റെ തന്തയെ കൊണ്ട് എന്നെ വെടിവെച്ച് കൊല്ലിരിക്കും. അങ്ങനല്ലല്ലോ. ആ കൊല്ലണമെന്ന് ആ പുല്ലിനൊക്കെ എന്തൊരു വെച്ചോണ്ടിരിക്കും. സ്വന്തം മോളെ നോക്കാൻ പറ്റത്തില്ലെങ്കിൽ ആ തന്തെ കൊല്ലണം. അതാണ് ഞാൻ പറയുന്നത്. കാര്യം വെച്ച് എന്റെ മോളാണ് നിന്റെ കൂടെ കാണാൻ വന്നിരുന്നെങ്കിൽ ബുള്ളറ്റ് കയറ്റിയാണ് ഞാൻ. അതാണ് അച്ഛന്മാര് സ്ത്രീധനമായിട്ട് ബുള്ളറ്റ് കൊടുക്കണം. ശ്രീധരമായിട്ട് ബുള്ളറ്റ് കയറ്റുമെന്നല്ല പറഞ്ഞു. ഈ ബുള്ളറ്റ് നിന്റെ നെഞ്ചത്ത് ഞാൻ കയറ്റിയത്. ഇത് പറഞ്ഞില്ലല്ലോ. ആര്? അല്ല, ഈ കഥയ്ക്കത് ഞാൻ പറഞ്ഞില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഈ കഥയുണ്ടല്ലോ തികച്ചും സാങ്കല്പികം മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരുമായിട്ടോ മരിച്ചവരുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഒരു ബന്ധമില്ലാത്ത കഥ ഞാൻ എന്തിനാന്ന് ഇവിടെ വന്ന് പറയാൻ ഒരു ബന്ധവുമില്ല. ബാക്കിലോട്ട് പാടാ, തിരിഞ്ഞിരിക്കടാ. കഥ പറഞ്ഞിട്ട് നീ അങ്ങ് പോകാന്ന് കരുതിയോ? അങ്ങനെ തൈമാവിന്മേൽ അമ്മതൻ കണ്ണിൽ ഉതിർന്നു കണ്ണൂറ്റെന്നിൽ ഉതിർന്നു ചുടുകണ്ണീർ. എങ്ങനുണ്ട്? ഈ തോക്ക് നിറയാന്നോ? ആണെങ്കിൽ ഒറ്റ വെടിക്കന്നെ ഒന്ന് കൊന്നുവരാം. എന്തിനാണ് ഞാൻ ഈ കവിത കേൾക്കേണ്ട ആവശ്യം? എനിക്ക് ആ കവിത കേൾക്കേണ്ട ആവശ്യം. നമുക്ക് പോവാം. ബാക്കിലോട്ട് പാടാ, തിരിഞ്ഞിക്കടാ. എടാ, ഈ ഡിറ്റക്റ്റീവിനെ പഠിച്ചിട്ട് നീ രക്ഷപ്പെടാന്ന് കരുതിയോ? എനിക്ക് മനസ്സിലായി, സിനിമാക്കാരനല്ലേ? സിനിമാക്കാരനാ? അതെ അതെ. ഇവിടെ നോക്കി, ഞാൻ തിരക്കുള്ളൊരു സിനിമാക്കാരനാണ്. എന്റെ അമ്മ എന്നെ വീട്ടിൽ തിരക്കിയിരിക്കുക. ഞാൻ പോവാന്ന്. ബാക്കിലോട്ട് പാടാ. എന്താ നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കഥ സിനിമയാക്കിട്ട് പോയാൽ മതി. അതെനിക്ക് പറ്റത്തില്ല. തിരക്കുണ്ട്. എന്നെ എന്റെ മോടെ കഥ നീ സിനിമയാക്കത്തില്ലടാ. മോളുണ്ടോ? എന്നാ ഞാൻ സിനിമയാക്കും. പറ്റില്ല. സിനിമ വേണമെങ്കിൽ പ്രൊഡ്യൂസർ വേണമല്ലോ. അല്ലേ പിന്നെ ഈ സിനിമ കാണാൻ ആൾക്കാർ ഇരിക്കുന്ന പോലെ. അത് പേടിക്കണ്ട, അതിന്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട. എന്റെ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്യും. ആണോ? അച്ഛൻ കോടീശ്വരനാണോ? പിന്നെ അച്ഛൻ ബിസിനസ് തന്നെയല്ലേ. അച്ഛൻ എന്താണ് ബിസിനസ്? നൺ ഓഫ് യുവർ ബിസിനസ്. എങ്ങനെ? നൺ ഓഫ് യുവർ ബിസിനസ്. അത് അങ്ങനെ അല്ലല്ലോ. അങ്ങനല്ല. അച്ഛനോട് എന്ത് ചോദിച്ചാലും അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞതാണ് നൺ ഓഫ് യുവർ ബിസിനസ്. ഇഷ്ടംപോലെ കാശാണ്. അച്ഛൻ എന്തിനാ ഇയാളെ തള്ളും കേട്ടോണ്ടിരിക്കുന്നേ? പറഞ്ഞു വിടച്ച അയാളെ. മോൻ ഇതിനു മുമ്പ് സിനിമ ചെയ്തിട്ടുണ്ടോ? ഇറങ്ങിപ്പോടാ നാണം കേട്ടവനെ. അച്ഛന്റെ മുഖത്ത് നോക്കിയാ അതാ ചേട്ടന്റെ സിനിമ. ഞാൻ 2 വട്ടം കണ്ടിട്ടുണ്ട്. അച്ഛനെ കണ്ടപ്പോ കവാത്ത് മറക്കുന്ന കാമുകി. അത് സൂപ്പർ സിനിമയാണ്. പിന്നെ ഭയങ്കര വൈറലായിരുന്നു. അയ്യേ, അച്ഛനെ കൊന്നപ്പോഴല്ലോ അവന്റെ സായിപ്പുമാരെ കണ്ടപ്പോഴല്ലേ? സായിപ്പന്മാരെ നമ്മൾ പണ്ടേ പറഞ്ഞു വിട്ടില്ലേ. പിന്നെ എന്തിനാണ് നമ്മൾ അവരെ ഇട്ട് ബൂസ്റ്റ് ചെയ്യുന്നത്? അത് പോട്ടെ, ഇതിനു മുമ്പ് നീ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? അയ്യോ, ഉണ്ടോന്നോ? ഞാൻ വാഴക്കത്തൊക്കെ ഉണ്ടല്ലോ. വാഴപ്പെട്ടിയായിട്ടായിരിക്കും. തമാശ പറയുമ്പോ പോലെ പറഞ്ഞിട്ട് പറയണം കേട്ടോ. അല്ലെങ്കിൽ ആ ചേച്ചി കൊച്ചു തമാശ പറയാം. അതെനിക്ക് അറിയാലോ. ആരെ? തമാശയാണല്ലോ പറഞ്ഞത്. അങ്ങനെ ഓക്കെ. അങ്ങനാണെങ്കിൽ നമുക്ക് സിനിമ എടുത്താലാ? അയ്യോ, സിനിമ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്റെ പേനയും പേപ്പറും ഇല്ലല്ലോ. പറ്റത്തില്ല. സിനിമ എടുക്കാൻ പറ്റത്തില്ല. പേനും പേപ്പറില്ല. പേനയും പേപ്പറും ഞാൻ തരും. അങ്ങനെ പറ്റിക്കുന്നു. എഴുതിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സാറിന്റെ തുടക്കം ഇടുന്നതാണ്? സായിൽ നിന്ന്. സായലടാ ഇതുണ്ടത്. എന്തൊക്കെയാ ഈ പറയുന്നേ? സോറി, മൈ മിസ്റ്റേക്ക്. SIR. അതല്ലെന്ന്. പിന്നെ സാർ ഇങ്ങോട്ട് തിരിയാനുള്ള കാരണം? ക്ലോസ് കിട്ടും. ഇങ്ങനെ നമ്മളെ വൈഡല്ലേ കിട്ടത്തുള്ളൂ. ഇങ്ങനെ കറക്റ്റ് ആ ക്യാമറയ്ക്ക് ക്ലോസ് കിട്ടും. അതല്ല, ഈ ഡിറ്റക്റ്റീവിലേക്ക് തിരിയാനുള്ള കാരണം? ഓ, അങ്ങനെ. സത്യം പറയാനുണ്ടല്ലോ, കണ്ടുപിടുത്തമാണ് ഡിറ്റക്റ്റീവിൽ തിരിയാനുള്ള കാരണം. കണ്ടുപിടുത്തു? പിന്നെ ഞാൻ ഭയങ്കര കണ്ടുപിടുത്തല്ലായിരുന്നു. 4ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നപ്പോൾ പെട്ടെന്ന് എന്നെ കാണാതായി. എന്നിട്ട് എന്ത് ചെയ്യാനാ? 5ാം ക്ലാസ്സിൽ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ ദാണ്ടി ഇങ്ങനെ ഇരിക്കുന്നു. ഈ 4ാം ക്ലാസ് വെച്ച് കാണാതെ പോയില്ലേ? അപ്പൊ 5ാം ക്ലാസ്സിൽ കിട്ടാതിരുന്നാ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. എനിക്കിപ്പോ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് ഞാനൊരു കഥ അങ്ങോട്ട് എഴുതാം. ഓക്കെ. ഇതിന് നമുക്ക് വേണ്ടത് ഇനി ഒരു ക്ലൈമാക്സ് ആണ്. ഫീൽ ഗുഡ് ആക്കിയാലോ? ചെതലായിരിക്കത്തില്ലേ? അത് ഫ്ലൈവുഡ്, ഇത് ഫീൽ ഗുഡ്. അങ്ങനെ ആക്കിയാലോ? അപ്പോൾ ക്ലൈമാക്സ് എന്ന് പറയുമ്പോ സാറാണല്ലോ നായകൻ. പിന്നെ അപ്പോൾ അച്ഛന്റെ സിനിമ എഴുതാൻ വന്ന സംവിധായകന് അച്ഛന്റെ സുന്ദരിയായ മകളെ കെട്ടിച്ചു കൊടുക്കുന്നു. ശുഭം. അവിടെ അല്ല ശുഭം. പിന്നെ മകളെ കെട്ടം വന്ന വ്യാജനായ സംവിധാനെ അച്ഛൻ വെടിവെച്ച് കൊല്ലുന്നു. അവിടാണ് ശുഭം. മനസ്സിലാകത്തില്ല കല്യോടാ രണ്ടുപേരുടെ സ്ക്രീൻ പ്ലേ. രണ്ടുപേരുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. രണ്ടുപേരും ഇവിടുന്ന് പായിക്കാം.
നൈസ് വൺ. ഇന്നത്തെ ഈ ഒരു എന്താ പറയാ പെർഫോമൻസിന്റെ താരം നമ്മളുടെ ഷൈൻ ആയിരുന്നു. ഷൈൻ സൂപ്പർ, നല്ലൊരു ക്യാരക്ടർ, നല്ല സ്റ്റൈല് പിടിച്ചു, നല്ല ആ ഒരു ഹെയർ ലുക്കും അതെല്ലാം നന്നായി. എനിക്ക് ഇന്നത്തെ നിങ്ങളുടെ 3 പേരുടെയും എനർജിയും എല്ലാം പെർഫോമൻസും എല്ലാം നന്നായി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗുഡ്. ഐശ്വര്യ ശരിക്കും ഹോസ്പിറ്റലിൽ എങ്ങനെയുണ്ട്? ഐശ്വര്യ അവിടെ ഇങ്ങനെയല്ല. ഐശ്വര്യ ഭയങ്കര സൈലന്റ് ആണ്. ഇവിടെ ഇവിടെ വന്ന് ഇങ്ങനെ കണ്ടപ്പോ നമുക്ക് തന്നെ അതിശയം തോന്നും. പക്ഷെ ഒരു തവണ ഐശ്വര്യ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഹോസ്പിറ്റലിൽ നിങ്ങൾ എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര support ഇവിടെ ആണ്. വന്ന് ചെയ്യാനും ഈ പ്രോഗ്രാമിന് വരാനൊക്കെ ലീവ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു തവണ ഐശ്വര്യ പറഞ്ഞിട്ടുണ്ട്. യെസ്. നമ്മുടെ ചീഫ് നഴ്സിംഗ് ഓഫീസർ ഉണ്ട്, മാഡമാണ് ഐശ്വര്യക്ക് ലീവ് എല്ലാം പെർമിഷൻ എടുത്ത് കൊടുത്തതെല്ലാം. വരാൻ വേണ്ടി പെർമിഷൻ കൊടുക്കുന്നത് മാഡം തന്നെയാണ്. എല്ലാരോടും അന്വേഷണം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്, സ്പെഷ്യലി ശ്വേത മാഡത്തിന്റെ അടുത്ത്. മാഡത്തിനോട് എൻ്റെ പേഴ്സണലായി ഒന്നാണെങ്കിൽ നിങ്ങൾ ഐശ്വര്യനെ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും ആക്ച്വലി താങ്ക് യു. നല്ലൊരു കലാകാരി മാത്രമല്ല, ബിക്കോസ് നമ്മൾ പറയില്ലേ ബാലൻസ് ചെയ്യുക, 2 മേഖലകൾ ബാലൻസ് ചെയ്യുക, അതും ഭയങ്കര ഹാപ്പിലി ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് നിങ്ങളെല്ലാവർക്കും വേണ്ടി നമ്മളെല്ലാവരും വലിയ കയ്യടി തരികയാണ്. പിന്നെ മാഡത്തിന് ഒരു താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ബാറ്ററി ഇനി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. വാ നോക്കാം. 25,000 റുപ്പീസ് ആണ് നേടിയിരിക്കുന്നത് അവരുടെ ടീം. യെസ്. അപ്പൊ അവർക്കുള്ള പൈസ കിട്ടു കൊടുക്കണം ചേച്ചി. അപ്പൊ ഞാൻ ഇപ്പൊ കൊടുക്കട്ടെ അല്ലേ? അതെ, ചൂട് കൊടുക്കണേ, ചൂടായിട്ട് കൊടുക്കണേ. ചൂട് ഇതാ. ഹാപ്പി ആയില്ലേ? തീർച്ചയായിട്ടും. നിങ്ങളുടെ ടീം ഓക്കെ ആണോ? അടിപൊളിയാ. ഒരു ചെറിയ ക്ഷീണം കാണുന്നുണ്ട് എല്ലാവർക്കും. കുഴപ്പമില്ല. ഞങ്ങൾക്ക് ക്ഷീണമൊന്നുമില്ല.